ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ആലപ്പുഴയിൽ മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അവസാനഘട്ട പ്രചാരണം സജീവമാക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ബിജെപിയുടെ വോട്ട് വർധന ഏതു മുന്നണിക്കാവും ക്ഷീണം ഉണ്ടാക്കുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം CPM NDAയ്ക്ക് നേരെ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയുമാണ്. ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കളമൊരുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലടക്കം ശക്തമായ ത്രികോണ മത്സരത്തിനാണ്. ഇതേസമയം LDFനും UDFനും വിമത സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ ഭീഷണി സൃഷ്ടിക്കുന്നു. UDFിലെ ഘടകകക്ഷികളടക്കം വിമതരായി കോൺഗ്രസിനെതിരെ മത്സരത്തിനുണ്ട്. ഇടതുമുന്നണിയിൽ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് B ചന്ദ്രനടക്കം വിമതരായി മത്സരിക്കുകയാണ്. CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ നിരവധി പേർ മത്സരിക്കുമ്പോൾ അക്രമത്തിലൂടെ പ്രതിയോഗികളെ പരാജയപ്പെടുത്താനാണ് പലയിടങ്ങളിലും CPM ശ്രമിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നെടുമുടി പഞ്ചായത്ത് 2ാം വാർഡിൽ NDAയുടെ സ്ഥാനാർത്ഥി സുമിത്ര ഇവിടെ മത്സരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിൽ വിരളി പൂണ്ട CPM ആണ് ഇത്രയുള്ള അക്രമങ്ങൾ നടത്തുന്നത്. 3 പ്രാവശ്യമായിട്ട് നമ്മുടെ ബൂത്ത് ഓഫീസ് യഥാർത്ഥത്തിൽ നശിപ്പിച്ചു. വോട്ടർമാർക്കിടയിൽ BJPക്കുണ്ടായ വർദ്ധിച്ച സ്വീകാര്യത വലിയ രീതിയിൽ NDAയ്ക്ക് വിജയപ്രതീക്ഷ സമ്മാനിക്കുന്നു. പോളിംഗ് ബൂത്ത് തുറന്നാൽ എല്ലാവരും പോയി BJP NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഭവന സന്ദർശനമാണ് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ മുന്നേറ്റം LDFനെയാണോ UDFനെയാണോ ബാധിക്കുക എന്നത് ഇരു മുന്നണികളെയും അലട്ടുന്നുണ്ട്. ഇതേസമയം ജില്ലയിൽ മത്സരരംഗത്തുള്ള 5462 സ്ഥാനാർത്ഥികളും അനുയായികളും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭവന സന്ദർശനത്തിനും സ്ലിപ്പ് വിതരണത്തിനും പ്രാമുഖ്യം നൽകി വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.